നിൽക്കാതെ ചോര ഒഴുകുന്നത് കണ്ടു. പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ വരുമല്ലോ എന്ന് ലത ഭയന്നു. അവൾ നിലവിളി കൂട്ടി. ഓടിവരണേ, ആരെങ്കിലും ഓടിവരണേ. ആൾക്കാർ ഓടിക്കൂടി. അതിലൊരാൾ ചോദിച്ചു, എടി കൊച്ചേ, നീ ആ കുടിച്ചു കണ്ണുപോയ പേർഷ്യക്കാരൻ്റെ വീട്ടിലേതല്ലേ? ഓ, അവൾ പറഞ്ഞു. ഇയാളാരാ? നീ തന്നെ തലക്കടിച്ച് കൊന്നതാണോ? കൊന്നതല്ല, ലത പറഞ്ഞു. കൊന്നില്ലെങ്കിലും ഇയാൾ ചാകും, അടുത്തു നിന്നൊരാൾ പറഞ്ഞു. ഇത്രയേറെ ചോര പോയില്ലേ, നിങ്ങൾ ആരെങ്കിലും ആശുപത്രിയിൽ ആക്കിത്തരണേ, അവൾ അപേക്ഷിച്ചു. ഇയാൾ ചാകണ്ട, വീട്ടിലാരുമില്ല, സുഖമില്ലാതെ സാറ് ഒറ്റയ്ക്കാണ്. സുമചേച്ചി ആവശ്യത്തിന് എവിടെയോ പോയി. ഇയാൾ വീട് തുറന്നിട്ട് ഇപ്പം പോകണമെന്ന് അലറി വിളിച്ച് നിലവിളിച്ച് ശല്യം ആവണ്ടല്ലോ എന്ന് പുറത്തോടി. ഞാൻ ഇയാൾ ആ മുണ്ണം കല്ലെടുത്ത് എറിഞ്ഞ് എൻ്റെ കാല് കണ്ട, അവൾ കണ്ണീരോടെ അവരോടെല്ലാം തുറന്നു പറഞ്ഞു. നീ വീട്ടിൽ പോവച്ചേ, ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അടുത്ത അയൽവാസി ലൗലി ചേച്ചിയും ഹസ്ബൻഡും ലതയോട് പറഞ്ഞു. നിങ്ങൾക്ക് പുണ്യം കിട്ടും സാറാമാരെ, ഇയാളെ രക്ഷപ്പെടുത്തണം. അവളുടെ നിഷ്കളങ്ക സ്വഭാവം ഇഷ്ടപ്പെട്ടവർ സജിയെ പെട്ടെന്ന് ആശുപത്രിയിലാക്കി. ചോര വാർന്ന് അവശനിലയിലാണ് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചത്. നല്ലവരായ നാട്ടുകാർ ആ പാവം പെണ്ണിൻ്റെ പേര് പറഞ്ഞില്ല. ലൗലിയുടെ നിർദ്ദേശപ്രകാരമാണ് ആരും അത് പറയാതിരുന്നത്. അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, മദ്യലഹരിയിൽ വീണ് കിടന്നു എന്ന് പറഞ്ഞു ലതയെ അവർ രക്ഷിച്ചു. ഡോക്ടർ പല ശ്രമങ്ങളും നടത്തി, അയാൾക്ക് ബോധം തെളിഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞു, അടിയന്തര ശസ്ത്രക്രിയ വേണം, കാര്യങ്ങൾ ഗുരുതരമാണ്. ഈ വിവരം ലൗലി വീട്ടിലെത്തി ലതയെ അറിയിച്ചു. ഞാൻ എന്തിനു ചെയ്യും ചേച്ചി? സുമ ചേച്ചി ഇവിടെ ഇല്ല, നമ്പരും ഇല്ല, ഫോണും എനിക്കില്ല. ലൗലിക്ക് പാവം തോന്നി. നീ പേടിക്കണ്ടല്ലേ, ഞാൻ സുമയെ വിളിക്കാം. ലൗലി സുമയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. സുമ നന്ദി അറിയിച്ചു. നന്ദിയൊന്നും വേണ്ട സുമേ, മനുഷ്യത്വം കാണിച്ചു, അത്രേ ഉള്ളൂ. പക്ഷേ പൈസ കൊടുത്ത് നീ സഹായിക്കണം. അടിയന്തര ശസ്ത്രക്രിയ ഉടനെ വേണമെന്ന് ഡോക്ടർ പറയുന്നു. SS ഹോസ്പിറ്റലിലാണ്, കുറച്ചാളുകൾ അവിടെയുണ്ട്. നീ ഉടനെ വരണേ, ഡോക്ടറിനെ കാണണേ. മറുതലയ്ക്ക് ഓക്കെ പറഞ്ഞപ്പോൾ ലൗലി ഫോൺ കട്ട് ചെയ്തു. സുമ ഉടനെ ആശുപത്രിയിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ പ്രാർത്ഥിച്ചോ, അയാൾക്ക് ബോധം വന്ന് വല്ലതും വിളിച്ചു പറയാതിരുന്നാൽ നീ സേഫാവും. ലൗലി ചേച്ചിയുടെ വാക്ക് കേട്ട് അവളൊന്ന് ഞെട്ടി. ബോധം തെളിയാനാണ് ഡോക്ടർ ശ്രമിക്കുന്നത്. ബോധം വീണാൽ ആദ്യം പറയുന്നത് ലത തലയ്ക്കടിച്ചിട്ടാണെന്ന് അയാൾ പറയില്ലേ? പറഞ്ഞാൽ പോലീസ് പിടിക്കില്ലേ? ദൈവമേ, ചത്താലും പിടിക്കും, ബോധം തെളിഞ്ഞാലും ജയിലിലാവും. അതെ, പറയുന്നെങ്കിൽ പറയട്ടെ. ചത്തില്ലെങ്കിൽ കുഴപ്പങ്ങൾ കുറയും, അല്ലെങ്കിൽ കൊലപാതക കുറ്റമാകും. ഞാൻ എന്ത് ചെയ്യും ദൈവമേ? ലത അറിയാവുന്ന എല്ലാ ദൈവത്തിനെയും മനസ്സിലിട്ട് പ്രാർത്ഥിച്ചു. ഒരു ഉപയോഗമില്ലാത്ത മനുഷ്യനാണ്. എന്തിനാണോ എന്തോ എന്നെ ഉപദ്രവിക്കാനായിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. എനിക്ക് ഇവിടെയും സ്വൈരം തരണില്ലല്ലോ. അവൾ അടുക്കളയുടെ ഒരു ഭാഗത്തിരുന്ന് ഏങ്ങി കരഞ്ഞു. സുമ വിഷമത്തിലായി. അവർ പറഞ്ഞു, മീനാക്ഷി, വലിയ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായി. വിവരങ്ങൾ അറിഞ്ഞ് മീനാക്ഷി സുമയോട് പറഞ്ഞു, ലതയുടെ ഭർത്താവ് മദ്യപിച്ച് നിന്റെ വീട്ടിനരികത്തുള്ള റോഡ് വക്കത്ത് വീണു. അതിന് നീ ഭയക്കണ്ട. അയാൾ നിന്റെ വീടിനകത്ത് കയറി ആക്രമങ്ങൾ കാട്ടി ലതയെ വെട്ടിക്കൊല്ലുകയോ നിന്റെ ഭർത്താവിനെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ. പേടിക്കണ്ട, നീ മാത്രമായി പോകണ്ട. ഞാൻ വരട്ടെ? വേണ്ട, നിങ്ങളെ എങ്കിലും സമാധാനമായിട്ടിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ സമാധാനം വരും. തൽക്കാലം ഞങ്ങൾ മാത്രം പോകാം. SS ഹോസ്പിറ്റൽ. നീ എന്നെ വിളിച്ചാൽ മതി, മീനാക്ഷി പറഞ്ഞു. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും മീനാക്ഷി, ഞാനും തുകിനെയും പോകട്ടെ. പ്രാർത്ഥിക്കണേ മീനാക്ഷി. സുമ കിച്ചണിലിരുന്ന് തുകിനെ വിളിച്ചു. അവൾ കിച്ചണിലെത്തി വിവരങ്ങൾ അറിഞ്ഞു. സുമയും തുകിനയും എല്ലാവരോടും യാത്ര പറഞ്ഞ് പെട്ടെന്ന് വീട്ടിലേക്ക് യാത്ര തുടർന്നു.